Mungkin ada nikah dan lain sebagainya. Udah, aku mau ditanya. Ah, itu bisa ditanya. நான் சிஸ்டர் லெமன் மெசேஜ் அதான் நான் டிஸ்கிட்ட itu kita ambil riset yang sama ya. Terus itu dia. Komplain kawan di. Apa? ఆచరికలు పెడతారు ఫస్ట్ చెప్పారు లక్షణకులు ఇంటిస్తున్నారు కదన్నా నాకు సందులు పెడతా
അതിന്റെ കാര്യം ചോദിക്കണം. Hello, good afternoon all. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, once again, good afternoon to all. So now let's start our introduction class. Are you ready? Yes. Yes. Yes, ma'am. Yes, ma'am. Yes. Very Yes, good. ma'am. So let me introduce myself. I am Nisha from North Parur in Ernakulam district. കേട്ടിട്ടുണ്ടോ നോർത്ത് പറവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ? കേട്ടിട്ടുണ്ട്. ആ മാം കേട്ടിട്ടുണ്ട്. Is there anybody from our neighbor places? ഉണ്ടോ? ആരെങ്കിലും ഇവിടെ തൊട്ടടുത്ത ഭാഗത്ത് നോക്കുക ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരുണ്ട്. യെസ്. ഓക്കെ. കൊടുങ്ങല്ലൂർ. Okay, നോർത്ത് പറവൂരിലുള്ള Donna Stephen. Okay. So before that, ഒരു കാര്യം ഞാൻ പറയട്ടെ. Before starting our introduction class, you just mute all, otherwise there will be disturbance so that you cannot understand what I am going to say. Okay. അതായത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാം. It is very possible to introduce yourselves to me because there are about 230 students joined here. So നമ്മൾ ഈ പറയുന്ന ഇത്രയും പേരെയൊക്കെ പരിചയപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ അവർ നിങ്ങളെ പരിചയപ്പെടാൻ നിന്നാൽ ബിഫോർ പ്രീവിയസ് സെക്ഷൻസ് ഒക്കെ നമ്മൾ മുമ്പുള്ള ബാച്ചസിനൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ബിക്കോസ് ദർ വർ ഓൺലി എ സ്മോൾ സ്ട്രെങ്ത്. കുറച്ച് കുട്ടികളെ ജോയിൻ ചെയ്തിരുന്നുള്ളൂ. കുറച്ചുള്ള ഇപ്പൊ കുറച്ചധികം പേരുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവരെയും പരിചയപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്ലാസ്സസിൽ പതുക്കെ പരിചയപ്പെടാം. കാരണം ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ കുറെ പേരൊക്കെ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരായിരിക്കും. ലൈവ് സെഷനിൽ അധികം പേർക്ക് ജോയിൻ ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ മാത്രം പരിചയപ്പെടുക. അപ്പൊ പേര് മനസ്സിലായല്ലോ. നിഷ എന്നാണ് എന്റെ പേര്. ഡോക്ടർ പറവൂരാണ്. എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും അല്ലെ? 2018 എത്രയും മുങ്ങിപ്പോയ
ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ അതിനുള്ളതാണ്. അപ്പൊ അപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി ന്യൂസിലും മറ്റു കാര്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ അസ്ന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഇപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാം. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. അസ്ന പ്ലീസ് മ്യൂട്ട് യുവർ സൗണ്ട്. ഓക്കെ. Again, anybody else? നീ ഉണ്ടല്ലോ, സൗണ്ട് വരുന്നുണ്ടല്ലോ. രേഷ്മ മ്യൂട്ട് ചെയ്യാമോ? രേഷ്മ മ്യൂട്ട് ആണല്ലോ മിസ്. ആ ഓക്കെ, ഇപ്പോഴാണ് മ്യൂട്ട് ആയത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? Yes, ma'am. Yes, ma'am. Yes. So, once again, all of you, welcome to our introduction class. You are eagerly waiting for the introduction class about your hospital administration course which you have joined. ലേറ്റസ്റ്റ്, അതായത് നിങ്ങളുടെ ഒരു പുതിയൊരു കോഴ്സിലേക്ക്, പുതിയൊരു എന്താ പറയാ കാര്യം നിങ്ങളൊരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആൻഡ് മോറോവർ ദാറ്റ് there may be so many doubts regarding this course. അതിനെ സംബന്ധിക്കുന്ന ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടാകാം. ആൻഡ് ഓൾസോ ഡൗട്ട്സ് അബൌട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ കോഴ്സിനെ സംബന്ധിക്കുന്ന ഡൗട്ട്സും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന ഡൗട്ട്സും നിങ്ങൾക്ക് ഉണ്ടാകും. And also regarding the classes, how it is conducted, and what about your notes, പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. സോ ഇന്ന് നമ്മൾ ഈ ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിവിടെ ഇപ്പോ എല്ലാവരും കൂടി ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം. എല്ലാവരും ഞാൻ ഈ ഒരു ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാൻ കേട്ടോ. അപ്പൊ ഐ തിങ്ക് ഓൾ ആർ ഫൈൻ നൗ. ഓക്കെ അല്ലേ എല്ലാവരും? Okay. So, Yes, ma'am. Thank you. If you have any doubts, Ma'am. see, if you have any doubts in between while I am speaking, you just clear the doubts after the class. അത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൂടെ കൊടുക്കുന്നുണ്ട്, നമുക്ക് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് ഇപ്പൊ മനസ്സിലുള്ളത് മേ ബി ക്ലിയർഡ് ത്രൂ മൈ ടോക്ക്. എന്റെ ആ സംസാരത്തിൽ നിന്ന് കുറെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കും. ആൻഡ് അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആഫ്റ്റർ ദ ക്ലാസ് ഐ വിൽ ഗിവ് യു ലാസ്റ്റ് 10 minutes. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതർവൈസ് യു ജസ്റ്റ് മ്യൂട്ട് യുവർ സൗണ്ട്. അഥവാ എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് ഓണാക്കി എന്തെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മാഡം ഡൗട്ട് ഉണ്ട് ഇന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോൾ സെഷനെ ബാധിക്കും. അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിത്തിൻ 1 hour ഐ കനോട്ട് കംപ്ലീറ്റ് ഇറ്റ്. അതും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പരമാവധി നിങ്ങൾ ലിസൺ ചെയ്യുക, എന്താണ് പറയുന്നതെന്ന് കേട്ടുകൊണ്ടിരിക്കുക. കേട്ട് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സസ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കാം. അതർവൈസ് യുവർ ഡൗട്ട്സ് മേ ബി ക്ലിയർഡ് ഫ്രം ദ ക്ലാസ് ഇറ്റ്സെൽഫ്. നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗിലാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ പറയുന്നതിന് അനുസരിച്ച് കേൾക്കാനായിട്ട്. അതുകൊണ്ട് ഒത്തിരി പേഷ്യൻസോടെ കേട്ടിരിക്കുക. ഓക്കെ, അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. അപ്പൊ ഇൻ ബിറ്റ്വീനിൽ ആരും ഇന്റർഫിയർ ചെയ്ത് ഇൻ ബിറ്റ്വീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പൊ സഡൻ ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് ടൈപ്പ് ഇറ്റ്, അവിടെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ മറുപടി ഞാൻ അന്നേരം അത് നോട്ട് ചെയ്തിട്ട് എന്റെ പറയുന്നത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് റിപ്ലൈ തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അതർവൈസ് നമ്മളുടെ സെഷൻ തീരില്ല. ഐ തിങ്ക് ഓൾ ഈസ് ക്ലിയർ. സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. എല്ലാവർക്കും അതൊക്കെ മനസ്സിലായെന്നാണ് തോന്നുന്നത്. നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നമ്മളുടെ introduction about the course and also about the classes and what are the notes and everything, exam അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നിങ്ങൾക്ക് പേരൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? പേരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മള് എന്താ പറയാ have joined this hospital administration course by hearing the or by understanding from some advertisements or some medias. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മീഡിയ വഴിയോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് വഴിയോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്താണ് ഇത്? നമ്മുടെ കോഴ്സ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് മാത്രമേ നമ്മൾക്ക് അറിയുള്ളൂ. എന്താണിത്, ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. സോ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനാണ് കേട്ടോ. വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ?
Hospital administration is the management of all departments of a hospital, which operate as a whole in order to coordinate, schedule, and also to direct and to track each and every effects of medical institution or healthcare institution. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു മാനേജ്മെന്റ് പ്രോസസ്സാണ്. എന്തിന്റെ മാനേജ്മെന്റ് ആണ്? ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്തെങ്കിലും മരുന്നിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നവരാണ്. അവിടെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വൺ സെറ്റ് ആയിട്ടെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ പോകാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമുക്ക് ചെല്ലുമ്പോൾ കാണാം ലോട്ട് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. അവിടെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ടു ഓപ്പറേറ്റ് ഓൾ ദീസ് ഡിപ്പാർട്ട്മെന്റ്സ്, ഇത് എന്താ പറയാ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം മാനേജ് ചെയ്യുക ഇറ്റ്സ് ഈസി, അത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സംരംഭമാണല്ലോ ഇന്ന്. അപ്പോൾ ഇത്രയും വലിയ ഒരു സംരംഭത്തിൽ വർക്ക് ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന all departments as a whole have to be coordinated, scheduled, and you have to track the services which is provided. അവിടെ നൽകുന്ന സേവനങ്ങൾ അത് ഏത് തരത്തിലുള്ള സേവനമാണ്, ക്വാളിറ്റി സർവീസസ് ഇഫ് പ്രൊവൈഡഡ് ഓർ നോട്ട്, അല്ലെ, വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സേവനം ലഭ്യമാക്കുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ, വെദർ ദ പേഷ്യൻസ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ സർവീസസ്, വരുന്ന പേഷ്യൻസ് അവരുടെ കിട്ടുന്ന സേവനത്തിന് അവർ തൃപ്തരാണോ എന്നൊക്കെ മനസ്സിലാക്കണം. ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ മൊത്തത്തിൽ മാനേജ് ചെയ്യണം ആസ് എ ഹോൾ ആൻഡ് കോർഡിനേറ്റ് മെനി ഫങ്ഷൻസ്. പല കാര്യങ്ങൾ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസിനൊക്കെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു മാനേജ്മെന്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുക. അപ്പൊ സി ഇൻ ദിസ് ഫാസ്റ്റ് മൂവിംഗ് വേൾഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻ ദിസ് ഇൻക്രീസ്ഡ് പോപ്പുലസ് വേൾഡ്, നമുക്കറിയാം വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയാ ഫസ്റ്റ് പൊസിഷൻ സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പോപ്പുലേഷന്റെ ബേസിസിൽ ഫസ്റ്റ് പൊസിഷനിലാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി, അല്ലെ. അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ അറ്റൈൻ ചെയ്തിരിക്കുന്ന ഇന്ത്യക്ക് പോപ്പുലസ് ആയിട്ടുള്ള ഈ വേൾഡില് നമുക്കറിയാം ഇത്രയും ജനസംഖ്യ പെരുപ്പമുള്ള ഈ നാട്ടില് എന്ത് പറ്റും, ദർ ആർ ഇൻക്രീസ്ഡ് ഡിസീസസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്. ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഇന്ന് കാണുന്നുണ്ട്. അതായത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പുതിയ രോഗങ്ങളുമായിട്ടാണ് നമ്മൾ ഓരോ ഡേ ബൈ ഡേ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമ്മൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതും. സോ പോപ്പുലേഷൻ ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ and also due to the increase in the issue of diseases, പലതരത്തിലുള്ള ഇഷ്യൂസ് ഡിസീസസ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് the hospital administration became a most important part. അങ്ങനെ വന്നപ്പോ ഇത്തരം ഒരു കാര്യം കൂടി എന്താ പറയാ ഹെൽത്ത് കെയർ സിസ്റ്റത്തില്, മെഡിക്കൽ കെയർ സിസ്റ്റത്തില് ഒരു ഭാഗമായി. സോ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഹെൽത്ത് കെയർ സിസ്റ്റം, ഇത്തരം ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകുക എന്നുള്ള ഒബ്ജക്റ്റീവ് ലക്ഷ്യത്തോടെയാണ് യു ഹാവ് ജോയിൻഡ് ദിസ് പർട്ടിക്കുലർ കോഴ്സ്, ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അല്ലെ, എല്ലാവർക്കും BSc നഴ്സിംഗ് പഠിച്ച് നഴ്സ് ആവാൻ പറ്റില്ല. ഓക്കെ, എല്ലാവർക്കും MBBS എടുത്ത് ഡോക്ടർ ആവാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഈ ഹോസ്പിറ്റലിനകത്ത് മറ്റു പല മേഖലകളും ഇങ്ങനെ ഫില്ല് ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്ന് ഓരോ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ കോഴ്സസ് ഇന്ന് പുതിയതായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് എല്ലായിടത്തും ഒത്തിരി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ വേക്കൻസീസിന്റെ അഭാവമുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഈ മാനേജ്മെന്റും, ഇപ്പൊ ഡോക്ടർ ആകുക എന്നുള്ളത് എന്താ പറയാ ഈ പറഞ്ഞ MBBS എടുത്താലേ പറ്റുള്ളൂ. സോ അതിന് എല്ലാവർക്കും കഴിവുണ്ടാവുന്ന നിർബന്ധമില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആൻഡ് ഓൾസോ ടു ബിക്കം എ പാർട്ട് ഓഫ് ദിസ് ഹെൽത്ത് കെയർ സിസ്റ്റം, ഈ പറഞ്ഞ ആരോഗ്യപരമായിട്ടുള്ള പരിപാലന കേന്ദ്രങ്ങളിലെ ഒരു ഭാഗമാക്കാൻ പറ്റുന്നത് ഇത്തരം ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുമെന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കാര്യം. സോ നമുക്ക് എന്താ പറയാ ഇന്ന് ഒത്തിരി മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസ്, ലബോറട്ടറീസ്, അവിടെയൊക്കെ നമുക്ക് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എളുപ്പത്തൊന്നും കാര്യമില്ല, നടക്കില്ല. നമ്മൾ ഹൗ വി മാനേജ് എ ഹൗസ്, നമ്മളുടെ ഒരു വീട് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, അതിന് തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. സോ ഇത്രയും വലിയ ഒരു സിസ്റ്റം, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത്രയും വലിയൊരു സിസ്റ്റത്തെ ഹൗ ക്യാൻ ബി മാനേജ്, അത്ര വലിയ ടാസ്ക് തന്നെയാണ്. സോ ആ ഒരു ടാസ്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി. യു ഹാവ് ടു നോ ദാറ്റ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇൻ ദിസ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഇൻ ദിസ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ദർ ആർ മെനി സ്റ്റാഫ്, ഒത്തിരി സ്റ്റാഫുകളുണ്ട്.
those who are working under each department, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്റ്റാഫുകളുണ്ട്. പിന്നെ എന്താ പറയാ ട്രെയിൻഡ് ആയിട്ടുള്ള ഒത്തിരി വർക്കേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. all that have to be managed properly. ഇവരെല്ലാവരെയും തന്നെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. എന്നാലേ ഒരു ഹോസ്പിറ്റൽ will succeed and attain its objective. ഓരോ ഹോസ്പിറ്റൽസിനും അതിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനും അത് വളരെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഏറ്റെടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ +2 ആണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വരാം. ആഫ്റ്റർ obtaining the +2 qualification you can join this course. നമുക്ക് +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു കോഴ്സിൽ നമുക്ക് എന്താ പറയാ ജോയിൻ ചെയ്യാൻ സാധിക്കും. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സസ്, അതായത് ഇതിന്റെ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ PG കോഴ്സസ് ഒക്കെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ PG ലെവലൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം now we are going to study only the basic of hospital administration. Okay, നമ്മളിവിടെ ഇതിന്റെ ബേസിക്സ് പഠിക്കുന്നു. അതിന്റെ കഴിഞ്ഞ് അതിന്റെ PG-യിലും മറ്റേ ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോൾ you will become a skilled professional, those who can manage and can become a hospital administrator. നമുക്ക് എന്തായി മാറാൻ സാധിക്കും, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറാൻ സാധിക്കുന്ന രീതിയിൽ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോപ്പ് അത് തന്നെയാണ്. ആൻഡ് ഓൾസോ അതിന്റെ കൂടെ തന്നെ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഓരോ പർട്ടിക്കുലർ കോഴ്സസ് പഠിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, only to attain a job എന്ന് മാത്രമാണോ നമ്മളുടെ ഉത്തരം? അല്ലല്ലോ, അല്ലെ? നമ്മൾ എന്തിനാ ഓരോ കോഴ്സുകൾ പഠിക്കുന്നത്? നമുക്ക് ആ ഒരു ഇത് പഠിച്ചിട്ട് വേണം എനിക്ക് വലിയൊരു ജോലിക്കാരനാകാൻ അല്ലെങ്കിൽ ജോലിക്കാരിയാകാൻ, ഇന്ന ജോലിയിൽ പോയിട്ട് അങ്ങനെ ഇരിക്കാനായിട്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ല, അത് മാത്രമൊന്നും അല്ല നമ്മുടെ എയിം എന്ന് പറയുന്നത്. നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ട്, അല്ലെ? വ്യക്തിപരമായിട്ടുള്ള വളർച്ച, അല്ലെ? ആൻഡ് വി കൻ ആഡ് ഓൺ അവർ എഡ്യൂക്കേഷൻ. നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഒരു പെർട്ടിക്കുലർ കോഴ്സ് കൂടി ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ആൻഡ് ഓൾസോ വി ക്യാൻ ഇൻക്രീസ് അവർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഓൾസോ വി ക്യാൻ ഇൻക്രീസ് അവർ സ്റ്റാറ്റസ് അമംഗ് ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു എന്താ പറയാ ഒരു നിലയും വിലയും ഒക്കെ തരുന്ന ഒരു കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസിനെ വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ എപ്പോഴും നമുക്ക് ജോലി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്താണ്, നമുക്ക് ജോലി വാങ്ങുക എന്നുള്ളത് വൺ ഓഫ് ദ എയിം ആണ്. ആ ഒരു ലക്ഷ്യം മാത്രമല്ല ഉള്ളത്. ഓൾസോ വി ക്യാൻ ആഡ് ഓൺ അവർ എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ വി ക്യാൻ ഇംപ്രൂവ് അവർ സ്റ്റാറ്റസ് ആൻഡ് ഓൾസോ വി ക്യാൻ ഇംപ്രൂവ് അവർ പേഴ്സണൽ ഗ്രോത്ത്, അല്ലെ? വ്യക്തിപരമായിട്ടുള്ള വളർച്ച. ഇതൊക്കെ ആയിരിക്കണം. ഇപ്പൊ when you have deposited some money into or invested some money into this course, നിങ്ങൾ ജോയിൻ ചെയ്തപ്പോ ഇതിനകത്തേക്ക് കുറച്ച് എമൗണ്ട് ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പേടിയായി, അല്ലെ? ഡൗട്ടായി, എന്താണാവോ, ഇനി വല്ല ഫ്രോഡാണോ, അല്ലെ പറ്റിക്കോ, അങ്ങനെയൊക്കെ ഒത്തിരി ഡൗട്ട്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായി. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതിൽ ഈ ഒരു സെഷനിലേക്ക് കയറി ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കഴിയുന്നതോടെ വരെയും ഒക്കെ നിങ്ങളുടെ മനസ്സിലെ ഡൗട്ട്സ് ഉണ്ടാകും. ഈവൻ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ട്സ് ആണ്. നമ്മളെപ്പോഴും എന്താ പറയാ പോസിറ്റീവ് തിങ്കിങ്ങിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് തിങ്കിങ് ചെയ്യുന്നവരാണ്. പക്ഷെ ചില സാഹചര്യത്തിൽ യു ഹാവ് ടു ബി പോസിറ്റീവ്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടും ചിന്തിക്കേണ്ടവരാണ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വെച്ച് യു ഹാവ് ഇൻവെസ്റ്റഡ്, നിങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എന്താ പറയാ അത് അത്ര വലിയ കാര്യമായ അല്ലെങ്കിൽ അതൊരു മോശമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. യു ഹാവ് ചൂസ് ദ റൈറ്റ് പൊസിഷൻ എന്ന് വിചാരിക്കുക. നിങ്ങൾ വളരെ നല്ലൊരു തിരഞ്ഞെടുപ്പാണ് നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും എന്താ പറയാ മിനിമം ഒരു കോസ്റ്റില് യു ക്യാൻ ഡു ദിസ് കോഴ്സ്. ഈ 6 months കോഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഒരു ചെറിയ എമൗണ്ടിലാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് ഓഫർ ചെയ്യുമ്പോൾ യു ഡോണ്ട് തിങ്ക് ദാറ്റ് വി ആർ ഗിവിംഗ് എന്താ പറയാ വളരെ ലോ ക്വാളിറ്റി ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചിന്തിക്കരുത് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് ചെറുതാണെങ്കിലും വി പ്രൊവൈഡ് അവർ ബെസ്റ്റ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ക്ലാസ്സസ് തുടങ്ങി കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, then എന്താണ് what is the aim of this particular hospital administration course? എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്.
നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മുടെ എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷനോട് കൂടി ഒരു ക്വാളിഫിക്കേഷൻ കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് ജോലി സാധ്യത ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ആൻഡ് മോറോവർ തന്നെ അതിനേക്കാളൊക്കെ ഉപരി അവർ പേഴ്സണൽ ഗ്രോത്ത്, ഞാൻ ഈ പറഞ്ഞൊരു കോഴ്സ് കൂടി പഠിച്ചു എന്നുള്ള രീതിയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വളരാം. ആൻഡ് ഓൾസോ അവർ സ്റ്റാറ്റസ് നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളതൊക്കെ ഇതിന്റെ എയിമാണ്. അത് നമ്മളുടേതായിട്ടുള്ള എയിമുകളാണ്. ആൻഡ് ഇതിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ എയിം എന്താണ്? ഇറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ക്വാളിറ്റി സർവീസസ് ടു ദ പേഷ്യൻസ് വിച്ച് ഈസ് അഡോപ്റ്റഡ് ബൈ കോസ്റ്റ് ഇഫക്റ്റീവ് വേ. അതായത് ഏറ്റവും ചുരുങ്ങിയ ചെലവില് ആളുകൾക്ക്, അതായത് പേഷ്യൻസിന് വളരെ ക്വാളിറ്റിയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് അതിന്റെ എയിം. അത് ലക്ഷ്യം വെക്കുന്നത് അതാണ്. അതായത് മാനേജ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ട്. നടന്ന് എന്താ പറയാ സ്വന്തം കാലിൽ നടന്നു വരാൻ പറ്റുന്നവരുണ്ട്, എന്താ പറയാ ആംബുലൻസിൽ കൊണ്ടുവരുന്നവരുണ്ട്. ഒത്തിരി ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പേഷ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഇവർക്ക് എങ്ങനെ ഉള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? Okay, whether they are getting good treatment in the hospital, whether they are served very good, അവരെയൊക്കെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നുണ്ട്, നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്, അവരോടുള്ള സമീപനം അല്ലെ, അവരുടെ അപ്രോച്ച് ഈ ഹോസ്പിറ്റൽസിന്റെ സ്റ്റാഫ്സിന് ഒക്കെ ഉള്ള ഇത്തരം പേഷ്യൻസിനോടും, പേഷ്യൻസ് മാത്രമല്ല ഹോസ്പിറ്റൽസിൽ വരിക, ദേ ആർ കമ്മിങ് അലോങ് വിത്ത് ദ വിസിറ്റേഴ്സ്. ചിലപ്പോൾ വിസിറ്റേഴ്സ് വരും, അതുപോലെ ഫ്രണ്ട്സ് വരും, റിലേറ്റീവ്സ് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട്, ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് ആളുകൾ വേണം. ഹൗ ദേ ആർ ബിഹേവിംഗ് ടു ദീസ് പീപ്പിൾ, ഇവിടെ വരുന്നവരോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, വെദർ ദ പേഷ്യൻസ് ആർ സാറ്റിസ്ഫൈഡ് while getting the service, ഇവിടെ കിട്ടുന്ന സേവനത്തിൽ അവർ സംതൃപ്തരാണോ, ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ആണ്, അങ്ങോട്ട് കൊടുക്കുന്ന ആ സേവനം അവർക്ക് തൃപ്തമാണോ, അവർക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്നുകൂടി മനസ്സിലാക്കണം. ബൈ ദ കോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡിലാണ്. എങ്ങനെ? വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ, അവരെ പിഴിഞ്ഞെടുക്കലല്ല ഉദ്ദേശിക്കുന്നത്, വളരെ ചുരുങ്ങിയ ചെലവിലും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള കെയറിങ്ങും ക്വാളിറ്റി സർവീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആര് വേണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വേണം. So who is a hospital administrator? അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ ദ ഇൻഡിവിജ്വൽ ഫോഴ്സ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ആണ്, ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ച് ആളുകളുടെ ഒരു കൂട്ടമാണ്. who performs all his duties to manage, to coordinate, to എന്താ പറയാ schedule or to direct all the activities or operations of a hospital. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിറക്ട് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക, അതിനെ സ്കെഡ്യൂൾ ചെയ്യുക. അതായത് സ്കെഡ്യൂൾ അനുസരിച്ചിട്ടാണ് ഓരോരോ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതെല്ലാം തന്നെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അത് അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും they have to work according to the laws, orders and procedures of the hospital. ഇനി ഇവരിതിങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഹോസ്പിറ്റലിന്റെ പല നിയമങ്ങൾക്കും പല ഓർഡേഴ്സിനും പല പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. ഇതിന് എതിരായിട്ടല്ല, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതിന്റെ ആ വലയത്തിൽ നിന്നുകൊണ്ട് വേണം they have to manage all these things. ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ. അല്ലാതെ ഹോസ്പിറ്റൽസ് പറയുന്ന രീതിയിൽ അല്ലാതെ മാനേജ്മെന്റ് ഇല്ല. അവരുടെ ലോസ് ആൻഡ് ഓർഡേഴ്സിന്റെ കീഴിൽ നിന്നുകൊണ്ട് they have to be a work force. അവരൊരു വർക്ക് ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അറ്റ് ദാറ്റ് ടൈം അങ്ങനെ അവർ കോർഡിനേറ്റ് ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക, അവരുടെ ഹോസ്പിറ്റൽസിൽ എല്ലാ കാര്യങ്ങളും ഡയറക്ട് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നവരെയാണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് we call them as hospital administrators. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അവരാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത്, മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഇവരാണ്, ഈ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ഒരു വൺ പേഴ്സൺസ് ഒന്നും അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് തന്നെയാണ്. അവര് ഹോസ്പിറ്റൽസിന്റെ ഓർഡേഴ്സ് തെറ്റിക്കാൻ പാടില്ല, പ്രൊസീജിയേഴ്സ്, ലോ ആൻഡ് ഓർഡേഴ്സ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് they have to coordinate each and every actions of the hospital and also make some managing procedures. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവര് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവര് നോക്കി നടത്തുന്നു. പേഷ്യൻസിന്റെ കാര്യങ്ങളും എല്ലായിടത്തും ഒരു ശ്രദ്ധ. അതാണ് ആസ് എ ഹോൾ എന്ന് പറയാം. ഡിപ്പാർട്ട്മെന്റ് വൈസ് മാത്രമല്ല, എല്ലാം മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ മാനേജ്മെന്റ് ആണ് ഇവിടെ നടക്കുക. അപ്പൊ ലോ ആൻഡ് ഓർഡേഴ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കും ഹോസ്പിറ്റൽസിൽ നോക്കിയാൽ. അപ്പൊ ലോ ആൻഡ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ എവറി ഹോസ്പിറ്റൽ ഹാവ് നോ ക്ലിയർ കട്ട് അല്ലെങ്കിൽ ഒരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ എല്ലാ ഹോസ്പിറ്റൽസിലും ഇല്ല.
Each hospitals have their own law, orders and procedures. Customized ആണ്. ഓരോ ഹോസ്പിറ്റൽസും അവരവരുടേതായി അവരുണ്ടാക്കിയിരിക്കുന്ന കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. Laws ഉണ്ട്, orders ഉണ്ട്, procedures ഉണ്ട്. So the hospital administrators have to follow each and everything which is adopted by that hospital. ഏത് ഹോസ്പിറ്റൽസും ഏത് രീതിയിലുള്ള ലോസ് ഓർഡേഴ്സ് ആണോ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ രീതിയിൽ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് they have to manage each and everything. Clear? I think you can follow me. Sure? Yes, ma'am. So, okay. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധൈര്യത്തോടെ യു ക്യാൻ ക്യാരി ഓൺ യുവർ കോഴ്സ്. അപ്പൊ പേടിക്കേണ്ട, നമ്മൾ റൈറ്റ് ചൂസിങ് ആണ് നടത്തിയിരിക്കുന്നത്. നമ്മളുടെ ചോയ്സ് തെറ്റിയിട്ടില്ല. അത് നമുക്ക് ഒരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഇന്ന് ആരും ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ അത് പറ്റിയില്ല. മീൻസ് അന്നൊക്കെ നമുക്ക് ഇത്തരം കോഴ്സുകളെ കുറിച്ച് ഒത്തിരി കോഴ്സുകളെ കുറിച്ചൊന്നും ആരും പറഞ്ഞു തരാനില്ല. നവഡേയ്സ് നമുക്കറിയാം, നമ്മുടെ കുട്ടികളോടൊക്കെ പറഞ്ഞാലേ അവര് നമ്മളോട് പറയും ഓക്കെ എന്താണ് നിങ്ങൾക്ക് ഇന്ന കോഴ്സ് പഠിക്കുന്ന അച്ഛനമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ പറയും പിന്നെ അമ്മയച്ഛനൊക്കെ വല്ല പണി നോക്കുക. ഞങ്ങൾക്ക് വി ഹാവ് ദ റൈറ്റ് ചോയ്സ്. ഞങ്ങളുടെ കയ്യിലുണ്ട് ഓപ്പർച്യൂണിറ്റീസ്. ഞങ്ങൾക്കറിയാം അത് നോക്കി തെരഞ്ഞെടുക്കാനായിട്ട്. ഞങ്ങളുടെ അവസരങ്ങൾ ഞങ്ങൾ പാഴാക്കില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന സമയം ഞങ്ങൾക്ക് അറിയാം ഇന്നത് പഠിച്ചാൽ ഇന്നതിലേക്കാകാം. അവർക്ക് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള അവർക്ക് ഒത്തിരി എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുണ്ട്. മാത്രമല്ല അതിന് സാധ്യമായിട്ടുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഓക്കെ, മൊബൈൽ ഫോണുകളിലൂടെ they can search everything. അല്ലെ, നമുക്ക് ഇതൊക്കെ കണ്ടെത്താം. ഇത് എന്തുമായി റിലേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ പഠിച്ചാൽ നമുക്ക് എന്തിലേക്ക് എത്താം എന്നൊക്കെ. പണ്ട് നമുക്കൊക്കെ അത് പറഞ്ഞു തരാൻ ആളില്ല. ബിക്കോസ് അന്നത്തെ പാരന്റ്സിന് they don't have such education. അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. ഇന്ന് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. കാരണം നെക്സ്റ്റ് നമ്മളുടെ കുട്ടികളൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ അവരിങ്ങനെ ഒരു ചോയ്സ് നടത്തുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അഡ്വൈസ് ചെയ്യാനോ നമുക്ക് എന്താ പറയാ നമ്മുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിവ് നല്ലതാണ്. അപ്പൊ ഇതിനെ കുറിച്ചും നോളജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അസറ്റ്. നമ്മൾ എത്ര സമ്പാദിച്ചാലും അത് നമ്മുടെ ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോകില്ല. ഓക്കെ, അത് മാത്രമേ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാതിരിക്കുള്ളൂ. വാട്ട് എവർ വി ഏൺഡ് ഇൻ അവർ ലൈഫ്, നമ്മളുടെ ജീവിതത്തിൽ മറ്റെന്ത് നമ്മൾ സമ്പാദിച്ചാലും എവിടെയെങ്കിലും വഴിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും, നമുക്ക് മിസ് ചെയ്യും. ഓക്കെ, എന്ത് സാധനമായാലും വട്ട് എവർ ഇറ്റ് മേ ബി, ബട്ട് ദ നോളജ് വിച്ച് യു അക്വയർ കനോട്ട് ബി എന്താ പറയാ കനോട്ട് ബി ടേക്കൺ ബൈ എനിവൺ. നമുക്ക് നമ്മുടെ ഇന്നത് എടുത്തുകൊണ്ട് പോകാനായിട്ട് ആർക്കും പറ്റില്ല എന്നുള്ളത് വളരെ ഒരു ഇത് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്തരം അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കോഴ്സസ് പഠിക്കുന്നത്. അപ്പൊ വിചാരിക്കേണ്ട നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വെറുതെ പൈസ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി ഒന്നും വിചാരിക്കരുത്. അങ്ങനെ പോസിറ്റീവ്, യു ഹാവ് ടു ബി പോസിറ്റീവ് തിങ്കിങ്ങിൽ ഉള്ള ആളുകളായിരിക്കും നമ്മളെല്ലാവരും. എപ്പോഴും അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാം. എന്താണ് ഈ കോഴ്സ്, ഹൗ ഡു യു ഫീൽ വെൻ യു ജോയിൻ ദിസ് കോഴ്സ്, നിനക്ക് എന്താണ് അതിനകത്ത് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ നിനക്ക് അതുകൊണ്ട് കിട്ടിയ എന്താ പറയാ ബെനിഫിറ്റ് എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ പറയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടെങ്കിലും ഒക്കെ നമുക്ക് കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, നോളജ് ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ കോഴ്സിന്റെ ഒരു സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ. സോ ആസ് അവർ പോപ്പുലേഷൻ ഇസ് ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ, നമ്മുടെ ഈ പോപ്പുലേഷന്റെ അളവ് ഇത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ആൾസോ ഇൻക്രീസിംഗ്. നമ്മുടെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഓരോ ദിവസം പ്രതി എന്ത് ചെയ്യാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന അസുഖമാണ് എന്ത്, പെട്ടെന്ന് നിൽപ്പിലൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുക. അല്ലെ, ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് സംരംഭം തന്നെയാണ്. ഇറ്റ് വിൽ നോട്ട് ഗോ ഡൗൺ എനിമോർ. ഇനി ഒരിക്കലും അത് താഴേക്ക് പോകില്ല. അതിന്റെ ഗ്രോത്ത് ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഒരു എന്താ പറയാ അപ്വേർഡ് ഡിറക്ഷനിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. കാരണം എന്താ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇന്ന് മനുഷ്യന് കൂടുതലും. മേ ബി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ, അവർ ഫുഡ് ഹാബിറ്റ്സ്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പല കാരണങ്ങളും. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നേരത്തിന് ഫുഡ് കഴിക്കാതിരിക്കുക, കഴിക്കുന്ന ഫുഡുകൾ തന്നെ ഫാസ്റ്റ് ഫുഡുകളാക്കുക, അല്ലെ, നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഇല്ല, അങ്ങനെ ഒത്തിരി റീസൺസ് ഉണ്ട് അതിന്റെ പിന്നില്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു എന്താ പറയാ കാര്യങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ അത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. സോ ദെൻ what are the job opportunities awaiting? നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റൽസിൽ മാത്രമാണോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ?
അപ്പൊ ചോദിക്കുമ്പോ അല്ല, നോ എന്നാണ് നമ്മുടെ ഉത്തരം. യു ഹാവ് ചാൻസസ് അറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ക്ലിനിക്കുകളൊക്കെ ഇല്ലേ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അവസരങ്ങളുണ്ട്. പബ്ലിക് ഹെൽത്ത് ഏജൻസീസിൽ നമുക്ക് അവസരങ്ങളുണ്ട്. ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിലുണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിലുണ്ട്. മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക്, പിന്നെ ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഓർഗനൈസേഷനിലുണ്ട്. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലുണ്ട്. പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു വിദേശത്തൊക്കെ ഇത്തരം പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിലേക്കൊക്കെ പോകാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അതായത് ഇപ്പൊ നിങ്ങൾ ഐ തിങ്ക് യു ആർ ദ 7th ബാച്ച് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഞങ്ങളുടെ 7ാമത്തെ ബാച്ചാണ്. ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബാച്ചിലും ABC അങ്ങനെയൊക്കെ ഒരു ബാച്ചിന് തന്നെ പല സെക്ഷൻസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോ ഇത്രയും ബാച്ചസ് കംപ്ലീറ്റ്, നിങ്ങളിപ്പോ 7th ബാച്ചിൽ എത്തുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ബാച്ചസിലൊക്കെ ഐ തിങ്ക് ഒരു കുറച്ചുകൂടി എന്താ പറയാ റിട്ടയർ ചെയ്ത, നഴ്സിംഗിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു മാഡം നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നു. ചോദിച്ചപ്പോൾ അറിഞ്ഞത് അവർക്ക് പുറത്ത് പോയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് പുറത്ത് പോയിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും ജോബ് നോക്കാനൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നഴ്സിംഗ് ഹോംസ് കൂടുതൽ നമ്മുടെ ഇവിടുന്ന് കുറെ ആളുകളൊക്കെ പോകുന്നുണ്ട്. വലിയ വലിയ എന്താ പറയാ നമ്മളുടെ ഈ റിഹാബിലിറ്റേഷൻ സെന്റർ ഒക്കെ പോലെ നഴ്സിംഗ് ഹോമുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ. അപ്പൊ ഈ ചിലപ്പോൾ വയസ്സായ പ്രായവരൊക്കെ നോക്കുന്ന അത്തരം ഒരു വലിയ ഒരു ഹോസ്പിറ്റലിന്റെ അത്രയും തന്നെ കാര്യങ്ങളുള്ളവരായിരിക്കും. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനൊക്കെ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ആളുകൾ പോകുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്താ പറയാ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ വിചാരിക്കരുത് ഹോസ്പിറ്റൽസിൽ മാത്രമാണ് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കരുത്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലുണ്ട്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസിലുണ്ട്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിലുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കും ഇതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ അറിയാനും പറയാനൊക്കെ ഉണ്ട്. പിന്നെ മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ് ഇന്റർനാഷണൽ പുറത്തുള്ളവർക്ക് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലും നഴ്സിംഗ് ഹോംസിലും ഒക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്, അല്ലെങ്കിൽ തുറന്നിട്ടിരിക്കുന്നു. അപ്പൊ നമ്മളുടെ സ്മാർട്ട്നെസ്, നമ്മുടെ എനർജി, ഇതൊക്കെയാണ് അതിന്റെ നമ്മുടെ ക്വാളിഫിക്കേഷനോടൊപ്പം നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ട കുറച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എത്ര കോഴ്സുകൾ പഠിച്ചാലും ഒത്തിരി ക്വാളിഫിക്കേഷൻസ് നമ്മൾ നേടിയിട്ട് ഇതെല്ലാം ഫയലിൽ ഇട്ട് എന്താ പറയാ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫയലിലിട്ട് ഇങ്ങനെ നമ്മൾ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ നമ്മെ നോക്കി ആരും നിങ്ങൾക്ക് ജോലി വേണോ എന്ന് ചോദിച്ചൊന്നും ആരും വരാൻ പോകുന്നില്ല. അല്ല, യു ഹാവ് ടു ഡിസ്കവർ നമ്മളുടെ ഓപ്പർച്യൂണിറ്റി, നമ്മൾ എവിടെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നോട്ട് ഓൺലി ദിസ് ക്വാളിഫിക്കേഷൻസ്, ഈ ക്വാളിഫിക്കേഷൻസ് മാത്രമല്ല, നമ്മുടെ എനർജി, നമ്മുടെ സ്മാർട്ട്നെസ്, നമ്മുടെ സ്കിൽസ്, കഴിവുകൾ, മറ്റ് പലതരത്തിലുള്ള കഴിവുകളും ഒക്കെ നമ്മൾ ചിലപ്പോ എന്താ പറയേണ്ടി വരും, നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആകുക. നമ്മളൊക്കെ ഉദാഹരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളെക്കാളൊക്കെ ഇപ്പൊ ഒത്തിരി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും നമ്മൾ തമ്മിൽ ചിലപ്പോൾ കോണ്ടാക്ട് ഒക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പൊ അന്നൊക്കെ അവര് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ അത്രയും അങ്ങോട്ട് എത്തിയില്ലെങ്കിലും നല്ല മാർക്ക്, ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന അന്നൊക്കെ ഇതല്ലല്ലോ, A+ ഇതൊന്നും അല്ല, അന്നത്തെ മാർക്കിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പൊ എന്താ പറയാ റാങ്ക്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി ആയിരുന്നു അന്നത്തെ ക്ലാസ്സുകളുടെയൊക്കെ. അപ്പൊ അന്നൊക്കെ റാങ്കും അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ കിട്ടിയിരുന്ന ആളുകള്, നമ്മള് നല്ല മാർക്കുകൾ വാങ്ങിച്ചിരുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ഇപ്പൊ വീടുകളിൽ വെറുതെ ഒന്നും ചെയ്യാതെ അത്രയും ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ അത്രയും നന്നായി പഠിച്ചിരുന്നു, പക്ഷെ ക്വാളിഫിക്കേഷൻസും ഉണ്ട്, ചിലപ്പോൾ അതിന്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ പഠിച്ചു കുറെയൊക്കെ ക്വാളിഫൈഡ് ആണ്, പക്ഷെ വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവർക്കത് എന്തെങ്കിലും പുറത്തു പോയി ചെയ്യാൻ ഒരു അവസരം അവർക്ക് ലഭ്യമാകാവുന്നതിന്റെ എന്തെങ്കിലും കുറവുകൾ. ഓക്കെ, അപ്പൊ അത്രയും ക്വാളിഫൈഡ് ആണെങ്കിലും പക്ഷെ ഡോണ്ട് ഹാവ് എനി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഓർഗനൈസേഷൻ, മറ്റേതെങ്കിലും സ്ഥാപനത്തിലൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു. അപ്പൊ അതെന്തുകൊണ്ട്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നോട്ട് ഓൺലി ദിസ് ക്വാളിഫിക്കേഷൻസ്, നമുക്ക് കിട്ടുന്ന ഈ ക്വാളിഫിക്കേഷൻസ് സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല, നമ്മൾക്ക് നമ്മളുടേതായ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഡെവലപ്മെന്റ്, പല കോഴ്സുകൾ പഠിച്ച് അറിവുകൾ നേടി നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ആകണം. നമ്മൾ കുറച്ചുകൂടി എന്താ പറയാ സ്മാർട്ടായിട്ട്, ഓപ്പൺ ആയിട്ട്, എക്സ്ട്രോവേർട്ട് ആയിട്ട് ആളുകളോട് എന്താ പറയാ ഷെയർ ചെയ്യാൻ, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യണം. അതുകൂടിയാണ് നമ്മളുടെ എന്താ പറയാ നോളജ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം.
ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ആകണം. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം കൂടി അത് നമ്മുടെ മനസ്സിൽ ഉള്ളിൽ നിന്ന് നമുക്ക് കൊണ്ടുവരേണ്ടതാണ്. അതൊക്കെ കൂടി ആകുമ്പോഴാണ് നമുക്ക് എന്താ പറയാ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും അങ്ങനെ ആവണം. അക്കോർഡിംഗ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനകത്ത് നമുക്ക് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്ട്രാ നിങ്ങളുടെ സിലബസിൽ നിന്നും എക്സ്ട്രാ ഒരു ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ കോഴ്സിനകത്തുള്ളതല്ല. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓൺലി ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾക്കുള്ളത്. അതിന്റെ അപ്പുറം നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഐ തിങ്ക് നിങ്ങൾ അതൊന്ന് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിലും കുറച്ചും കൂടി നിങ്ങൾ ക്വാളിഫൈഡ് ആകും. അതുകൂടി ഓർത്തിരിക്കുക. പിന്നെ now let's talk about the salary of this particular course. നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ ആ ഒരു സാലറി സ്കെയിൽ പറയുന്നത് ഇതാണ്. ഒരു 10,000 to 20,000 per month ആണ് കേട്ടോ. 10,000 മുതൽ 20,000 വരെ പെർ മന്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഗവൺമെന്റ് സർവീസിൽ ഓഫർ 30,000 to 40,000, 30,000 മുതൽ 40,000 പെർ മന്ത് വരെയാണ് ഗവൺമെന്റ് സർവീസിൽ ഓഫർ ചെയ്യുന്നത്. ഇതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് നമുക്ക് മാത്രമല്ല ഇൻസൈഡ് ദ കൺട്രി ഔട്ട്സൈഡ് ദ കൺട്രി എല്ലായിടത്തും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു എന്താ പറയാ അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്ക് ചെയ്യാം. ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത നിങ്ങളുടെ കാശ് എവിടെയും പോയിട്ടില്ല. അത്രയും തട്ടിച്ചോ എന്താ പറയാ എന്തെങ്കിലും രീതിയിലുള്ള ഫ്രോഡോ മറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട് ഒക്കെ വാങ്ങിക്കാം. അതൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ക്ലാസ്സുകളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ സിലബസ് അനുസരിച്ച് ISSD ബുക്ക് തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ബുക്ക്, അതാണ് ISSD ആണ്. അപ്പൊ ആ ഒരു ബുക്ക് തന്നെ ഫോളോ ചെയ്തിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇവര് എന്താ പറയാ ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്താണ് നിങ്ങളെ ഇടുക. അപ്പൊ നിങ്ങൾ അതിലൊന്നും പേടിക്കേണ്ട. ആ ക്ലാസ്സസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് കൊടുക്കുന്നതെന്നും അപ്പോഴുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആകും. ഐ തിങ്ക് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കോഴ്സിനെ സംബന്ധിക്കുന്ന ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നിട്ടുണ്ടാകും. എന്തൊക്കെയാണ് ഇത്, എന്തെങ്കിലും നമ്മൾ വെറുതെ ആയി പോവോ, കൊണ്ടുപോയിട്ട കാശ് പോയോ, പാഴാണോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. നമ്മളുടെ എയിം എന്ന് പറയുന്നത് പലതാണ്. അതായത് ജോബ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല ലക്ഷ്യമാക്കേണ്ടത്, മറ്റ് പലതും നമ്മൾ അതിന്റെ ഒപ്പം തന്നെ പ്രതീക്ഷിക്കണം, ഹോപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എന്തും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് തിങ്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല. നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്താൽ നമുക്ക് അവിടെ ആ നെഗറ്റീവിൽ അങ്ങനെ ചിന്തിച്ച് വെറുതെ നമ്മൾ ഇല്ലാതാകാൻ മാത്രമേ ഫലമുള്ളൂ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അതായത് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ്. സോ യു ആർ റൈറ്റ് ചോയ്സ്. ഐ തിങ്ക് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ചൂസിങ് വളരെ നല്ല രീതിയിലുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഇനി നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാലിഡിറ്റി ഉള്ളത് തന്നെയാണ്. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസൈഡും ഔട്ട്സൈഡിലേക്കുള്ള സർട്ടിഫിക്കറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആവശ്യക്കാർക്കാണ്. അതിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്താ പറയാ നമ്മളുടെ കോളിംഗ് ചെയ്യുന്നവരോ മറ്റുള്ളവരോ അവർ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്നാണ് തോന്നുന്നത്. എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ, അതിന്റെ സാലറി, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിന്റെ ഹോപ്പ്, അതിന്റെ സ്കോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ then now let's talk about the classes. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ്സസിനെ കുറിച്ചിട്ടാണ്. Your classes will be from Monday to Friday. മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെയാണ് കേട്ടോ. മൺഡേ ഫ്രൈഡേ എന്ന് മാത്രമല്ല പറഞ്ഞ്, കഴിഞ്ഞ ഒരു ബാച്ച് ഇതുപോലെ തുടങ്ങി കഴിഞ്ഞപ്പോ മൺഡേ ടു ഫ്രൈഡേ എന്ന് ഞാൻ പറഞ്ഞു. ആള് മൺഡേ ക്ലാസ് കയറി, പിന്നെ വന്നത് നെക്സ്റ്റ് ഫ്രൈഡേ ആണ്. അപ്പൊ പറഞ്ഞപ്പോഴാ ഞാൻ എന്റെ ക്ലാസ്സിന് വേണ്ടി കയറിയപ്പോഴാണ് പറയുന്നത്, മിസ്സേ ഇന്നലെയും ക്ലാസ് ഉണ്ടായല്ലോ, അതെന്താ ക്ലാസ് ഉണ്ടായി അങ്ങനെ ചോദിച്ചു. അത് എന്താണ് എനിക്കറിയില്ല, അവരെങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ മൺഡേ ടു ഫ്രൈഡേ എന്നാ പറഞ്ഞത്. തേഴ്സ്ഡേ ക്ലാസ് ഇന്നുകൊണ്ടാ വെച്ചെന്ന് മറക്കരുത്. അത് ഞാൻ പറയണമായിരുന്നു. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരെ 2 hours ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുക. ദാറ്റ് മീൻസ് യുവർ ക്ലാസ്സസ് വിൽ ബി ഫ്രം 1:30 to 3:30. 1:30 തുടങ്ങുന്നത് 3:30 വരെ 2 സെഷൻസ് ആയിരിക്കും ക്ലാസ്സസ്. ഓക്കെ,
അത് ബിഗിനിങ് സ്റ്റേജിലൊക്കെ നിങ്ങളുടെ സാലറി എല്ലാവർക്കും അതെ. അതിന്റെ ഒരു മാക്സിമം സാലറി സ്കെയിലാണ് ഞാൻ പറഞ്ഞത് 10,000 to 20,000 എന്ന് പറയുന്നത്. അപ്പൊ ബിഗിനേഴ്സിന് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളുടെ എന്താ പറയാ ഒരു ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കൂടി കരുതിയിട്ടായിരിക്കും നിങ്ങളുടെ സാലറീസ് ഒക്കെ പറയാ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ എന്താണ് പറയുക, ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മൺഡേ ടു ഫ്രൈഡേ വരെയാണ്. 1:30 മുതൽ 3:30 വരെ എന്ന് പറയുമ്പോൾ 1:30 to 2:30 ഒരു ക്ലാസ്, ഒരു മാഡമിന്റെ ക്ലാസ് ആയിരിക്കും. 2:30 to 3:30 അടുത്തൊരു ആളുടെ ക്ലാസ് ആണ്. അപ്പൊ ഈ ക്ലാസ്സസ് ഇങ്ങനെ 2 സെഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 2 or 3 minutes അതിന് ബിറ്റ്വീനിൽ ഒരു ടീച്ചർ മാറിയിട്ട് അടുത്ത ടീച്ചർക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം വരെ 2-3 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് കൂടുതൽ പോവില്ല. അതുകൊണ്ട് പറയാണ് എടുത്ത് ക്ലാസ് ലീവ് ചെയ്ത് ആരും പോകരുത്. ജസ്റ്റ് ആ ക്ലാസ് കഴിയുമ്പോൾ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അപ്പൊ തന്നെ പോയിട്ട് തിരിച്ചു വരിക. ആ ക്ലാസ്സിൽ ടീച്ചർ അപ്പൊ തന്നെ ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതായത് നമ്മളിത് ക്ലോസ് ചെയ്യുന്നില്ല, ഗൂഗിൾ മീറ്റ് എക്സിറ്റ് ചെയ്ത് പോരുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ അത് ഓപ്പൺ തന്നെയാണ്. നിങ്ങളും ഓപ്പൺ ആക്കി വെച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് തരുന്ന ക്ലാസ്സുകള് 52 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, 52 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 52 ചാപ്റ്റേഴ്സ് ഉള്ള ഒരു ബുക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് 1 and 2 1ഉം 2ഉം മൊഡ്യൂൾസ്, 1ഉം 2ഉം മൊഡ്യൂൾസ്, 3 and 4 മൊഡ്യൂൾസ്. അങ്ങനെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടായിരിക്കും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസിൽ മൊത്തം 35 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 35 ചാപ്റ്ററുകൾ ഉള്ള 1ഉം 2ഉം മൊഡ്യൂൾസ്. ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ there will be an exam out of 60. 60 മാർക്കിന്റെ ഒരു പരീക്ഷ ആയിരിക്കും ഉണ്ടാവുക. 60 മാർക്കിന്റെ പരീക്ഷ നമ്മൾ നടത്തുന്നത് 1ഉം 2ഉം മൊഡ്യൂൾസ് തീർന്നു കഴിയുമ്പോൾ, അതായത് ആഫ്റ്റർ 3 months. 3 months ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓൾ ദി ക്ലാസ്സസ് വിൽ ബി റെക്കോർഡഡ്. അതെ, എല്ലാ ക്ലാസ്സും റെക്കോർഡ് ചെയ്ത് വെക്കും. ആൻഡ് നെക്സ്റ്റ് മോർണിംഗ്, അതായത് ഇന്നിപ്പോ നമ്മൾ ക്ലാസ് കഴിഞ്ഞെങ്കിൽ നാളത്തെ മോർണിംഗ് നിങ്ങൾക്ക് ആ ക്ലാസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. യു ക്യാൻ വാച്ച് ഇറ്റ് ആൻഡ് ബിഫോർ എൻട്രിങ് ദ നെക്സ്റ്റ് ക്ലാസ് യു ഹാവ് ടു വാച്ച് ഇറ്റ്. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ്, ഇപ്പൊ നമ്മൾ ലൈവിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപത്തെ പ്രീവിയസ് ക്ലാസ് വാച്ച് ചെയ്യാതെ നിങ്ങൾ കയറാതിരിക്കുക. അല്ലെങ്കിൽ അത് എന്തായാലും മസ്റ്റ് ആയിട്ട് കാണണം. കാരണം ഇപ്പൊ ഒരു ചാപ്റ്റർ 1 ദിവസം കൊണ്ടൊന്നും തരില്ലല്ലോ, കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ അതിന് മുന്നെന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയില്ല. അത് പിന്നെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഒരു ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ എടുത്ത് തീർക്കില്ല. 1 hour കൊണ്ട് കുഞ്ഞ് ഒറ്റ പേജൊക്കെ ഉള്ളതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. ഇനി ടെക്സ്റ്റ് വിൽ നോട്ട് ബി അവൈലബിൾ. ആ ടെക്സ്റ്റിന് പകരമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസിന്റെ എന്താ പറയാ നോട്ട്സ് വിൽ ബി സെൻഡ് ടു യു. നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് തരും ബിഫോർ ദ ക്ലാസ്സസ് സ്റ്റാർട്ടിങ്. നമ്മളുടെ 25-ാം തീയതിയാണ്, 25th ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ കയ്യിലേക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ 35 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കും. യു മേ ടേക്ക് ദ പ്രിന്റ് ഔട്ട് ഓഫ് ദാറ്റ്. അതിന്റെയൊക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളൊരു ബുക്ക് പോലെ അവിടെ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് ഇത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ബുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതിനേക്കാൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ബുക്കിന് പകരം നമ്മുടെ നോട്ട്സ് ഓരോ ചാപ്റ്റർ വൈസ് ആണ്. അത് നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ എന്ത് ചെയ്യാം, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. അപ്പൊ ടീച്ചേഴ്സ് വരുമ്പോൾ അവരവരുടെ ചാപ്റ്റേഴ്സ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തരുമ്പോൾ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് എടുത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. ആൻഡ് അതോടൊപ്പം തന്നെ പറയട്ടെ, യു ഹാവ് ടു കീപ് 4+1 5 ബുക്സ്, നോട്ട് ബുക്കുകൾ ഒരു 5 എണ്ണം കീപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? 4 ടീച്ചേഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ്സുകൾ എടുക്കുക. ആൻഡ് പ്ലസ് പറഞ്ഞല്ലോ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു നോട്ടുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു നോട്ടും പിന്നെ ബാക്കി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 നോട്ടും എടുത്തു വെച്ചാൽ ഈ നിങ്ങളുടെ തന്നിരിക്കുന്ന നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന നോട്ട്സ് ഇല്ലേ, ടെക്സ്റ്റ് ബുക്കിന്റെ നോട്ട്, അത് കൂടാതെ ഇഫ് എനി എക്സ്പ്ലനേഷൻസ് റിഗാർഡിങ് എനി ടേം, എന്തെങ്കിലും ടേംസ് ഒക്കെ ചിലപ്പോൾ കുഞ്ഞിതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ചിലപ്പോൾ അതിന്റെ മലയാള അർത്ഥം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചവരൊന്നും അല്ല. കൊമേഴ്സ് പഠിച്ചവരുണ്ടാകും, ഹ്യൂമാനിറ്റീസ് പഠിച്ചവരുണ്ടാകും. സോ എല്ലാവർക്കും എന്താ പറയാ മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അവർക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അപ്പൊ ടീച്ചേഴ്സ് ചിലപ്പോൾ ചില വേർഡ്സ് നമ്മൾ ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യും. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ ഇൻ ദാറ്റ് നോട്ട്സ്. ആ എടുത്തു വെച്ചിരിക്കുന്ന നോട്ടിൽ എഴുതാൻ പറ്റും. അപ്പൊ ടീച്ചേഴ്സിന്റെ പേര് എഴുതിയ നോട്ട് വെക്കാം. പണ്ട് നമ്മളിങ്ങനെ നോട്ട് കീപ്പ് ചെയ്യുന്ന
സബ്ജക്ട് വൈസ് ഓരോ സബ്ജക്ട് ഇംഗ്ലീഷ് മാത്സ് പറഞ്ഞ ലെവലിലേക്ക് ഒട്ടിക്കുക അല്ലെ. ഇവിടെ നമുക്ക് സബ്ജക്ട് വൈസ് ഇല്ല, ഒരു ബുക്കാണ് പറഞ്ഞല്ലോ, ആ ഒരു ബുക്കാണ്. അപ്പൊ ആ ബുക്ക് ആയതുകൊണ്ട് ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോർഷൻസ്, അതായത് ചാപ്റ്റേഴ്സ് ഡിവൈഡഡ് എമംഗ് ദ ടീച്ചേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അവർക്ക് റെസ്പെക്റ്റീവ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് വന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുക്കാം. അപ്പൊ ഓരോ ടീച്ചേഴ്സിന്റെ പേര് അവർ വരുമ്പോൾ പറയും, അവരുടെ പേര് പറയും. അപ്പൊ ആ ടീച്ചർക്ക് വേണ്ടി ഇപ്പൊ ഉദാഹരണം ഞാൻ അത് വിചാരിക്കാം നിഷ, അപ്പൊ എന്റെ പേര് ഒരു നോട്ട്ബുക്ക് അവിടെ വയ്ക്കാം. അപ്പൊ അവിടെ നോട്ട്ബുക്ക് വെക്കുമ്പോൾ when I take the class, if I have to explain some words or terms, ഞാൻ എനിക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, so I will ask you to write down that. നിങ്ങളോട് അത് എഴുതിയെടുക്കാൻ പറയും. so you can note it down in your notebook. നോട്ട്ബുക്കിൽ അത് കുറിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, ഫർദർ വായനയ്ക്കോ ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനോ ഒക്കെ വേണമെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് ആ നോട്ടും ഈ നോട്ടും ഒക്കെ കൂടി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റും. ആൻഡ് യുവർ എക്സാംസ് വിൽ ബി ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ആൻഡ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസ് 35 ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. 3 monthsന് ശേഷം നമ്മൾ അതിന്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ടീച്ചേഴ്സിന്റെയും കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടായിരിക്കും, 60 മാർക്സിലായിരിക്കും. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യാ, നമ്മൾ 3rd and 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 3rd and 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. 3rd and 4th മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും 60 മാർക്സിന്റെ അതിന്റെ മാത്രം 3rd and 4th മൊഡ്യൂളിന്റെ മാത്രം എക്സാം ഉണ്ടായിരിക്കും. ആഫ്റ്റർ ദാറ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എക്സാമുകൾ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു മോഡൽ എക്സാം, കംപ്ലീറ്റ് ഫുൾ ചാപ്റ്റേഴ്സ്, ദാറ്റ് മീൻസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ അടങ്ങുന്ന ഒരു എക്സാം, ഫൈനൽ എക്സാം. അത് 100 മാർക്സിലായിരിക്കും. മോഡലും ഉണ്ടാകും, അതിന്റെ ഫൈനൽ എക്സാം ഉണ്ടാകും. ഫൈനൽ എക്സാമിന്റെ ഒരു മോഡൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അപ്പൊ അത് രണ്ടും ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 4 എക്സാംസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എക്സാം ഒക്കെ തന്നെ ഓൺലൈൻ തന്നെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന്. നടക്കില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഇത്രയും പിള്ളേർ ഒരുമിച്ചൊന്നും ഇരുന്ന് നമ്മൾ എക്സാംസ് എഴുതില്ല. അതിങ്ങനെ പല പല ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല സിസ്റ്റത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും അന്നേരം എക്സാംസിലൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ക്യാമറാസ് ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സാംസ് നടത്തുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞു, ഇവിടെ ആരോ ചോദിക്കുന്നുണ്ട് ഇത് പഠിച്ചിറങ്ങി എല്ലാവർക്കും ജോലി കിട്ടുമെന്ന്. ഇത് ഏതെങ്കിലും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ച് ഇത്രയും വരെ എത്തി എല്ലാവർക്കും ജോലി കിട്ടിയ ഏതെങ്കിലും മേഖലയുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല. നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ, കുറെയൊക്കെ നമ്മളുടെ പെർഫോമൻസ് ആണ് നമ്മളെ എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് കയറ്റുന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയാ ഒരു ഇതാകുക. പിന്നെ പറയുന്നത്, അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞതിന്റെ ഒരു കൂട്ടത്തിൽ വന്ന കാര്യങ്ങളാണ്. വീണ്ടും നമ്മളത് തന്നെ ചോദിച്ചാല് അതിന്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, എല്ലാവർക്കും ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് വരും. നിങ്ങൾ പേടിക്കേണ്ട, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നോളും. ഇവിടെ നിന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ട് വരും. നിങ്ങൾ ഞങ്ങൾക്ക് തരാനുള്ളത് എന്താന്ന് വെച്ചാൽ തന്നാൽ മതി. ഓക്കെ, അങ്ങോട്ട് നിങ്ങൾക്ക് ബുക്സ്, നോട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ലിങ്ക്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് എല്ലാം തന്നെ ഇവിടുന്ന് 4+1 5 നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണേ. 5 നോട്ട്ബുക്ക് എന്ന് പറയാൻ കാരണം 4 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതും 1 ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ട്ബുക്കുമാണ്. അങ്ങനെയാണ് 5 നോട്ട്ബുക്ക് പറഞ്ഞത്. ഓക്കെ, 25th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 1:30 അപ്പൊ 1:30 എന്ന് പറയുമ്പോൾ 1:30ക്കും 1:35നും 1:45നും ഒക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരരുത്. നമ്മൾ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1, 2, 3 മിനിറ്റ് 5 മിനിറ്റ് മുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്തോ. ബിക്കോസ് ഇതിപ്പോ 1:30 ക്ലാസ് എങ്കിൽ 1:15 1:20 തുടങ്ങി ഇത് ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ഹോളിഡേയ്സ് ഒക്കെ ഓണത്തിനൊക്കെ 1, 2, 3 ദിവസമൊക്കെ ഉണ്ട്. അത് ഹോളിഡേയ്സ് നോക്കുന്നത് ആ ഒരു എന്താ പറയാ മെയിൻ ഡേയും അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസമോ അപ്പുറമൊക്കെ അങ്ങനെയൊക്കെ 1, 2, 3 ദിവസമൊക്കെ അവധി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ക്രിസ്മസ് അതുപോലെയുള്ള അവധികളൊക്കെ 1, 2 ദിവസമൊക്കെ അടുപ്പിച്ചുള്ള ദിവസമാണ്. അത് സൺഡേ സാറ്റർഡേ ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ അവധികൾ കൊടുക്കുക. ലോങ് എന്താ പറയാ ഇതൊന്നുമില്ല, അവധിയൊന്നുമില്ല, ലീവൊന്നുമില്ല കേട്ടോ. അതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ പേടിക്കേണ്ട, ക്ലാസ്സസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കയ്യിലേക്ക് എത്തും. റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും കിട്ടും. ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പൊ 2:30 ക്ലാസ്, ഇന്നത്തെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നാളെ മോർണിംഗിൽ നിങ്ങൾക്ക് ആ ക്ലാസ് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. പ്ലേസ്മെന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പ്ലേസ്മെന്റ് ഒന്നുമില്ല. അത് അതിനെ കുറിച്ച് എനിക്കറിയില്ല. പ്ലേസ്മെന്റ് ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇനി അതിന്റെ ഭാഗമായിട്ട് അതിനെ കുറിച്ച് നിങ്ങൾ അത് വേറെ ഏതെങ്കിലും സമയത്ത് ചോദിച്ചാൽ മതി. അറ്റൻഡൻസ് കമ്പൽസറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മാക്സിമം നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ലൈവ് സെഷനിൽ കയറാനായിട്ട് നോക്കുക. ഇതിപ്പോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് വലിയ വർക്കിംഗ് ഓൾസോ യു ക്യാൻ ജോയിൻ ഇറ്റ്. അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളില്ല എങ്കിൽ കണ്ടിന്യൂസ് 2 മണിക്കൂർ ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഒരു ക്ലാസ് എങ്കിലും അവിടെ വെച്ച് കണ്ടു, പിന്നത്തെ ഒരു ക്ലാസ് നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം, നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി കാണാം, റെക്കോർഡ് ക്ലാസ് കാണാം. അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ എന്താ പറയാ എക്സാം ഒക്കെ വരുമ്പോ ഭയങ്കര ഡൗട്ട്സ് മറ്റൊക്കെ വരും. അപ്പൊ അതിനേക്കാളും പ്രശ്നം നല്ലത് നമ്മൾ ആ ക്ലാസ്സസ് ഒക്കെ റെഗുലർ ആയിട്ട് റെക്കോർഡഡ് ക്ലാസ് എങ്കിലും കാണണം എന്നുള്ളതാണ്. റെക്കോർഡഡ് ക്ലാസ് കിട്ടുന്ന സമയത്ത് കണ്ടാൽ മതി, അങ്ങനെയില്ല. ലൈവിൽ കയറുമ്പോ ചില ആളുകളുണ്ട് ലൈവില് കൃത്യമായിട്ട് ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ട്. നേരത്തെ ബാച്ചസ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അവർക്ക് ആ ഒരു അത് നമ്മളിപ്പോ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം, നമ്മൾ എത്രത്തോളം നമ്മൾക്ക് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ എത്ര റിസ്ക് എടുത്ത് കാര്യം ചെയ്യും. ഓക്കെ, മനസ്സിലായില്ലല്ലോ. എന്താ ചോദിച്ചത്? ഹോസ്പിറ്റൽസിൽ ട്രെയിനിങ് ഉണ്ടോന്നോ? ഇല്ല. ഈ ഒരു കോഴ്സ് ഈ ലെവലിലില്ല. ട്രെയിനിങ് പീരീഡ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇത് ബേസ് അല്ലേ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുക ഈ ഒരു കാര്യത്തില്. ഇനി ഇതിന്റെ PG സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുമ്പോൾ ഇതിന്റെ എന്താ പറയാ പ്രാക്ടിക്കലും ട്രെയിനിങ് ഭാഗമൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ നഴ്സിംഗിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന എല്ലാം എന്താ പറയാ നമ്മള് തിയററ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ മുകളിലേക്ക് ലാസ്റ്റ് ഇയർ ഒക്കെ ആവുമ്പോഴാണ് ഫുൾ പ്രാക്ടിക്കൽ സെക്ഷനിലൊക്കെ പോകുക. നാളെ ക്ലാസ് ഇല്ല. 25th നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ട്യൂസ്ഡേ 1:30 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏജ് ലിമിറ്റ് എന്തിനാണ് 40 വരെ ഏജസ് ഉള്ളവര് ജോയിൻ ചെയ്യുന്നുണ്ട്. 40 വയസ്സ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, 40 years. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു എന്താ പറയാ കോഴ്സും അത് അത്രയും മോശമല്ല, വളരെ നല്ലൊരു കോഴ്സാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ നിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഐ തിങ്ക് മെനി ഓഫ് യുവർ ഡൗട്ട്സ് മേ ബി ക്ലിയർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഓക്കെ, ഒത്തിരി സംശയങ്ങളൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ ഈ ക്ലാസ്സിൽ ചിലപ്പോൾ ജോയിൻ ചെയ്തിരിക്കുക. ഇതൊക്കെ ഉള്ളതാണോ ദൈവമേ, പറ്റിക്കലാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് പേര് അതറിയാനും കൂടിയൊക്കെ വേണ്ടിയിട്ട് കയറിയിരിക്കുന്നവരും ഉണ്ടായിരുന്നിരിക്കും അല്ലെ. അപ്പൊ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഐ തിങ്ക് എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നും എല്ലാവരും പോസിറ്റീവ് ആയെന്നും ഹാപ്പി ആയെന്നൊക്കെ വിചാരിക്കുന്നു. അറിയൂ, ഹാപ്പിയാണോ? ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ എവിടെയുള്ളവരാണെന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് നിങ്ങളെല്ലാവരും ഇപ്പൊ ഈ ഒരു ക്ലാസ് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ കയറി. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഈ ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന, അതായത് നമ്മളുടെ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ് അല്ല, അതർ ദാൻ ദാറ്റ് നിങ്ങളുടെ ക്ലാസ്സിന്റെ നോട്ട്സ് കിട്ടാത്തത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് പറയേണ്ട ആവശ്യമില്ല. ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന് റിപ്ലൈ തരാൻ പറ്റില്ല. മാത്രമല്ല ക്ലാസ്സസ് കംപ്ലീറ്റ് അവർ ഉദ്ദേശിച്ചു വരുന്ന ക്ലാസ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനിത്തിങ്, ഇത് അവിടെ എടുക്കുന്ന ടോപ്പിക് അല്ല, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ടീച്ചറോട് ഒന്ന് ഇൻഫോം ചെയ്യാം. കുറച്ച് ഡൗട്ട് ഉണ്ട്, ഒന്ന് ക്ലിയർ തന്നെ അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഈ ഒരു കോഴ്സ് വെച്ചിട്ടും നമുക്ക് കയറാൻ പറ്റും ജോലിക്ക്. ട്രെയിനി ആയിട്ടൊക്കെ കയറാം. അതിന്റെ ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകണമെങ്കിൽ പോകാം. അതർ കൺട്രീസിലേക്കുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡഡ് ആണ്. നമുക്ക് ഇന്ത്യയും ഔട്ട്സൈഡ് ദ കൺട്രിയും ഒക്കെ രണ്ടിനും 2 രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് കോഴ്സ് ഡ്യൂറേഷൻ ഈസ് 6 months. ഇത് നിങ്ങൾക്ക് 6 മാസത്തെ കോഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ തിയറി മാത്രം പഠിച്ചിട്ട് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഡോക്ടർ ആവാനുള്ള കോഴ്സോ നഴ്സ് ആവാനുള്ള കോഴ്സോ അല്ല. ഇത് തിയററ്റിക്കൽ ആയിട്ട് കുറെ കാര്യങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. കാരണം ഇത് ഒരു മാനേജ്മെന്റ് പ്രോസസ് ആണല്ലോ. നമ്മള് ഹോസ്പിറ്റൽസിൽ പോയിട്ട് എന്താ പറയാ ഇത്തരം പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോ എങ്ങനെയുള്ള പ്രാക്ടിക്കൽസ് ആണ്? ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരം പ്രാക്ടിക്കൽസ് ഒന്നും നമുക്ക് വേണ്ട.
അല്ലെ? ഇപ്പൊ ഒരു നഴ്സ് ആകുമ്പോൾ ആൾക്ക് പ്രാക്ടിക്കൽ സെഷൻ ആവശ്യമുണ്ട്. ഡോക്ടേഴ്സ് ആകുമ്പോഴും അവർക്കും വേണം പ്രാക്ടിക്കൽ സെഷൻ. ഇതൊരു മാനേജ്മെന്റ് പ്രോസസ്സാണ്. അപ്പൊ മാനേജ്മെന്റ് ആണ്, കോർഡിനേഷൻ, മാനേജ്മെന്റ്, സ്കെഡ്യൂളിംഗ്, അല്ലെ? അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിനെയൊക്കെ എന്താ പറയാ മനസ്സിലാക്കുക, അതിനെയൊക്കെ നോക്കിക്കാണുക, സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്ന് എൻഷുർ ചെയ്യുക, ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്. അപ്പൊ പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുന്നതിന് അവിടെ അത്ര ഇതില്ല. എന്നാലും PG ഇതിന്റെ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ട്രെയിനിങ് തന്നെയാണ്. അപ്പൊ നമുക്കത് പഠിച്ച് നമ്മൾ കഴിഞ്ഞു, നമ്മൾ എവിടെയെങ്കിലും ജോബിന് വേണ്ടിയിട്ട് നടക്കുമ്പോൾ അവര് ഇതിന്റെ ട്രെയിനിങ് പീരീഡ് ഒന്ന് കുറച്ച് ദിവസമൊക്കെ ട്രെയിനിങ് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോ പറയും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോവുക. ഓക്കെ, എക്സാം ഇടയ്ക്ക് വന്നാൽ എക്സാം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒട്ടും, അതായത് ഒട്ടും തന്നെ പറ്റാത്തവരുണ്ടെങ്കിൽ, ഭയങ്കര അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ആളുകൾക്കാണ് കേട്ടോ ഉണ്ടെങ്കിൽ അവര് ഒരു എക്സാം സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അത് കുഴപ്പമില്ല, അതങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ, നേരത്തെയും അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം മിക്കവാറും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഹാവ് ജോയിൻഡ് മേ ബി എൻഗേജ്ഡ് ഇൻ സം അതർ ആക്ടിവിറ്റീസ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ചിലപ്പോൾ എക്സാം വരുന്ന സമയത്ത് നമുക്ക് കമ്പൽസറി ആയിട്ട് വരത്തേത് മാറ്റിവെക്കാൻ പറ്റാത്തതാണെങ്കിൽ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെയുണ്ട് എക്സാമിന്റെ. പിന്നെന്താ പറഞ്ഞത്, എക്സാം 100-ലാകുമ്പോൾ നമുക്ക് 40 മാർക്സ് കിട്ടണം, ജയിക്കണമെങ്കിൽ 60 ആകുമ്പോൾ 24 മാർക്സ് കിട്ടണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 24-ഉം 60-ലാണെങ്കിൽ 24, മറ്റേത് 40 മാർക്സ് ആണ് 100-ലാണെങ്കിൽ നമുക്ക് ജയിക്കാൻ വേണ്ടത് കേട്ടോ. കഴിഞ്ഞ എക്സാമുകൾക്കൊന്നും എന്താ പറയാ, ഒരു എക്സാമിലൊക്കെ ചിലപ്പോ ഏതെങ്കിലും കാരണവശാലും ചിലപ്പോ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ മറ്റേ എക്സാമിന്റെ കൂടെ അങ്ങനെ അധികം വന്നിട്ടില്ല, അധികമൊന്നും വന്നിട്ടില്ല. 1-2 പേര് അങ്ങനെ വന്നുള്ളൂ. വേറെ ആരും തന്നെ ഇത് കഴിഞ്ഞ ബാച്ചസിലേക്കൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അയ്യോ, എന്താ ചോദിച്ചത്? ഞാൻ കണ്ടില്ലല്ലോ. ക്ലാസിന്റെ നോട്ട് എങ്ങനെയാ സെൻഡ് ചെയ്യുന്നതെന്ന്? ക്ലാസിന്റെ നോട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യും. മീൻസ് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 1 മുതൽ 35 വരെയുള്ള ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് അതിന് മുമ്പേ നിങ്ങൾക്ക് തരും. ഞങ്ങൾ ഇപ്പൊ തന്നെ പറയുന്നത് തിങ്കളാഴ്ച നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് നോട്ട് കിട്ടിയിട്ടുണ്ടാകും. ആ നോട്ട്സ് തന്നെയാണ് നിങ്ങളുടെ നോട്ട്സ്. എക്സ്ട്രാ നോട്ട്സ് ടീച്ചേഴ്സ് തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സിന്റെ പേരെഴുതി ഓരോ നോട്ട് കീപ്പ് ചെയ്യാം. ആ ടീച്ചർ, റെസ്പെക്റ്റീവ് ടീച്ചർ എടുക്കാൻ വരുമ്പോൾ ആ ടീച്ചറിന്റെ ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ട്സ് എക്സ്ട്രാ തരാനുണ്ടെങ്കിൽ പുള്ളിക്കാരി അത് പറയുമ്പോൾ നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്തെടുക്കാം. ഇപ്പൊ ചില വേർഡ്, ടെക്നിക്കൽ ടേം, ചില മെഡിക്കൽ ടേംസ്, അപ്പൊ നമുക്ക് ചിലപ്പോ എല്ലാവർക്കും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് അതെ, വാട്സ്ആപ്പ് വഴിയായിട്ടാണോ സെൻഡ് ചെയ്യുന്നത്? ഈ സർട്ടിഫിക്കറ്റ് വെച്ച് കയറാൻ പറ്റുമോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ എന്താ പറയാ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യുന്നു. ഒരു ക്വാളിഫിക്കേഷനും ഒന്നിലും നമ്മൾ എന്താ പറയാ ഒരു ലിമിറ്റ് ഇല്ല. അതിന്റെ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇതിന്റെ PG കോഴ്സസ് ഒക്കെ ഉണ്ട്. ഇനി എന്ത് നോട്ട്സിന്റെ കാര്യമാണ് പറഞ്ഞത്? മാം, നമുക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൽ ID വഴിയാണോ അതോ വാട്സാപ്പിൽ തന്നെയാണോ? ആ ഒരു ചാനൽ വഴിയാണോ എല്ലാം വരുന്നത്? ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും നിങ്ങൾക്ക് നോട്ട്സ് സെൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓൾറെഡി അവർ ക്രിയേറ്റ് ചെയ്യും. അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേഷൻസും, ഇപ്പൊ ചിലപ്പോ ക്ലാസ്സസിനെ സംബന്ധിക്കുന്നത്, ഇപ്പൊ ചിലപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ പെട്ടെന്ന് ലീവായി, മനുഷ്യന്മാരുടെ അവസ്ഥയാണല്ലോ, വയ്യായികയൊക്കെ പെട്ടെന്ന് വരാം. പരമാവധി നമ്മൾ മാറ്റി വെക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ഒഴിവാക്കും. എന്നാൽ ഇൻ കേസ് ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നമുക്ക് ചിലപ്പോൾ വരാൻ സാധിച്ചില്ലെങ്കിൽ അപ്പൊ ആൾക്ക് പകരം വേറൊരു ടീച്ചർ കയറണം. അപ്പൊ ആരെയായിരിക്കും നിങ്ങൾ? അപ്പൊ നമുക്ക് അതിനുള്ള ടൈം ടേബിൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അറിയിക്കണ്ടേ? ഇഫ് എനി ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത്തരം കാര്യങ്ങളും നിങ്ങളെ അറിയിക്കണം. ചിലപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സിനെ കയറണമെന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാറ്റി വെക്കും. അപ്പൊ നിങ്ങളത് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇൻഫോർമേഷൻ തരാനൊക്കെ വേണ്ടിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും നിങ്ങൾക്ക് ഇത് തരാം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇത്തരം സർട്ടിഫിക്കറ്റ്, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചിട്ട് 6 months കോഴ്സ് എത്ര ഡ്യൂറേഷനിലുള്ള കോഴ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കണേ, അതനുസരിച്ചിട്ടുള്ള ജോബ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല സ്റ്റുഡൻസിനായിട്ട്, അത് നിങ്ങളുടെ കാര്യമാണ്. നമ്മളിവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്നും ഷെയർ ചെയ്യില്ല. ടീച്ചേഴ്സിന്റെ നമ്പർ നമ്മൾ സെൻഡ് ചെയ്യുന്നതല്ല, എല്ലാം ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് നിങ്ങൾക്ക് കിട്ടുക.
വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളത് ആലോചിച്ച് വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ടീച്ചറിനെ അതൊന്ന് ഇൻഫോം ചെയ്തേക്കാം, ഇന്നൊരു ഡൗട്ട് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അത് എന്താന്ന് വെച്ചാൽ വന്ന് കയറി നിങ്ങൾക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ തന്നോളാം. ക്ലാസ് ചേഞ്ച് ആക്കാൻ പറ്റുമോ? ക്ലാസ്സില് മോർണിംഗ് സെഷനിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓഫീസിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തവരുടെ നമ്പറിലേക്ക്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ എക്സാംസും അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും, അത് ഫോളോ ചെയ്യണം. പ്ലേസ്മെന്റ് മാഡം അത് നോട്ട്ബുക്ക് പറയുന്നു. മാഡം അതെ നോട്ട്ബുക്ക് എത്രണ്ണം വേണം എന്നാണ് പറഞ്ഞത്. ഞാൻ ആ ടൈമിൽ എനിക്ക് ഇത് കണക്ട് അറിയില്ലായിരുന്നു, റേഞ്ച് ഇല്ലാണ്ട്. എത്ര നോട്ട്ബുക്കാണ് നമ്മൾ കരുതുന്നത്? നോട്ട്സ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്യും. ആ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യണത്. ഇപ്പൊ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിന്റെ മാത്രം, അതായത് 35 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ അത് ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾക്ക് അനുസരിച്ച് അതിന്റെ എന്താ പറയാ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുക. ആ പ്രിന്റ് ഔട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ മോർണിംഗ് ക്ലാസ്സിന് ടൈമിംഗ് എങ്ങനെയാ? എന്തോ മോർണിംഗില് 10:30 to 12:30. ഓക്കെ. നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഇല്ല. 25th ക്ലാസ് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 25th 1:30 to 3:30 ആണ് നിങ്ങളുടെ ക്ലാസ്. 2 ടീച്ചേഴ്സിന്റെ ക്ലാസ് ആയിരിക്കും. ഗവൺമെന്റ് എന്താണ് സർട്ടിഫിക്കറ്റിന് അതാ പറഞ്ഞത്. ഇത്രയും ചെറിയ എമൗണ്ടില് നിങ്ങൾക്ക് കോഴ്സ് എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുമ്പോ നിങ്ങൾക്ക് അതുപോലെ ഡൗട്ട്സ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് തരുന്ന കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു കോഴ്സിൽ യാതൊരു തരത്തിലുള്ള എന്താ പറയാ നമ്മൾ ചീറ്റിങ്ങും നടത്താതെയാണ് നിങ്ങൾക്ക് ആ കോഴ്സ് തരുന്നത്. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി ബാച്ചസ് നമ്മളിവിടെ കഴിഞ്ഞു. സ്റ്റഡീസും ഡിപ്ലോമ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഹയർ സ്റ്റഡീസും ഡിപ്ലോമ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമോ? അതുപോലെ കോഴ്സ് രൂപത്തില് അല്ല വേറെ എവിടെയായാലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒരു കോഴ്സ് രൂപത്തില്? ഇതിന്റെ ഈ ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾ അതിന്റെ ഹയർ സ്റ്റഡീസിന് നിങ്ങൾക്ക് പോകാൻ പറ്റും. മാം ഇൻ കേസ് നമ്മൾ ഒരു ജോബിന് കയറാണെങ്കിൽ നൈറ്റ് അല്ലാതെ ഡേ ടൈം ആയിട്ട് ജോബ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ മാത്രമായിട്ടാ ഡേ മാത്രമായിട്ട് കിട്ടുമെന്നാ? അതെ. കുട്ടികളൊക്കെ ഉള്ളപ്പോ നമുക്ക് രാത്രിയൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ഡേ ടൈം മാത്രമായിട്ട് ജോലിക്ക് അങ്ങനെ പറ്റുമോ, ചൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അത് അന്വേഷിച്ചപ്പോ പല ഡിപ്പാർട്ട്മെന്റ്സ് അനുസരിച്ചിരിക്കുന്ന പറഞ്ഞു തരുന്നത്. അത് ഓരോ ഹോസ്പിറ്റൽസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു പോയ ക്ലാസ്സിൽ ഓരോ ഹോസ്പിറ്റൽസിനും അതിന്റേതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റൂൾസ് ലോസ് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് ബേസ് ചെയ്തിരിക്കും. അപ്പൊ അത് എല്ലാവർക്കും ഡിഫറെന്റ് ആണ്, കസ്റ്റമൈസ്ഡ് ആണ്. ഓരോരുത്തരും അവരുണ്ടാക്കുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എന്താ പറയാ സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നു പറഞ്ഞത്. അവിടെ പറഞ്ഞു എന്നാണ് ആരോ പറഞ്ഞതാണ്. അത് ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം. അത് മാത്രം, അതെനിക്ക് അത്ര ക്ലിയർ അല്ല. അത് ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം. ഓക്കെ. മാം പ്ലേസ്മെന്റ് ഉണ്ടാ? പ്ലേസ്മെന്റ് ഇല്ല. സർട്ടിഫിക്കറ്റ് ഒക്കെ ചിലപ്പോ ഇവിടെ വന്ന് വാങ്ങിക്കേണ്ടി വരും. സർട്ടിഫിക്കറ്റ്സ് നമ്മൾ സെറിമണിയൊക്കെ നടത്തിയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതങ്ങനെയായിരിക്കും. റീ എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അങ്ങനെ അധികം ആരും ഫെയിൽ ആകുന്നില്ല. കാരണം നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അത്രയും അതുപോലെയാണ് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. മോക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഡെയിലി എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. 2 ടീച്ചേഴ്സിന്റെയും അവരെടുക്കുന്ന ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾക്ക് തരും. അന്നാന്ന് അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ആൻസർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ ഒരു ദിവസത്തിൽ കിട്ടും നിങ്ങൾക്ക്. അതുകൂടാതെ ടീച്ചേഴ്സ് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ അവരുടേതായ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. മിക്കവാറും അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് നമ്മൾ തരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ. എക്സ്ക്യൂസ് മീ മാം, ഇതിലേ നമ്മളെ തൊഴിൽ സാധ്യതാ മേഖലകൾ എന്ന് പറഞ്ഞിട്ട് കുറെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോ അതിൽ വരുമ്പോ HR എക്സിക്യൂട്ടീവ് അതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മേഖലകളിലേക്ക് പോവാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക് ഉണ്ട്. അതായത് ഹോസ്പിറ്റൽസ് അല്ലാതെ ഈ ഹൗസ് കീപ്പിംഗ് എന്നൊക്കെ പറയണ ഹോട്ടൽ മേഖലയിൽ വരും, ഹോസ്റ്റൽസിൽ വരും, അതുപോലെ അങ്ങനെ കുറെ ദിക്കുകളിലേക്ക് വരുള്ളൂ.
ഇതില് ആ. HR എക്സിക്യൂട്ടീവ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കുറെ ദിക്കുകളിൽ വരുന്നുണ്ടാവും, അതായത് ഹോസ്പിറ്റൽസ് അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലും. അതെ, അപ്പൊ മറ്റു അതിന് ഈ ഓർഗനൈസേഷൻസിലും ഈ കോഴ്സ് കൊണ്ട് സെഷൻ അത് ഉണ്ട്. ഉണ്ട്. അപ്പൊ അതിൽ ഉണ്ട്. ഉപയോഗിക്കാനായിട്ട് അതായത് ഇത് നമ്മുടെ യൂസ്ഫുൾ ആയി ഹ്യൂമൻ ഇല്ലേ, റിസോഴ്സ് സാധ്യതകൾ മാനേജ്മെന്റ്. ഉണ്ടാവുമല്ലോ. ആ ആ അത് പല കമ്പനികളും HR ഉണ്ടാവും സാധ്യതകളുണ്ട് ഒരു ഇതില്. അതുപോലെ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല. ടെക്സ്റ്റൈൽ ഷോപ്പില് വലിയ ടെക്സ്റ്റൈൽസ് ആവുമ്പോ സൂപ്പർവൈസർ, ഹൗസ് കീപ്പിംഗ് ഉവ്വ. സൂപ്പർവൈസേഴ്സ് പ്രൊവൈഡഡ് വേണ്ടി ഹൗസ് വരും. കീപ്പിംഗ് ഉണ്ട്, അവിടെ അപ്പൊ അങ്ങനെ ഹ്യൂമൻ വരുമ്പോ റിസോഴ്സ് തൊഴിൽ മാനേജ്മെന്റ് അവിടെയും സാധ്യതകൾ വരും. ഓക്കെ. അപ്പൊ ഈ ഒരു കോഴ്സ് കൊണ്ട് ആ മേഖലകളിലേക്ക് കൂടി കുറെ പേർക്ക് ഒരു സഹായമാകുന്ന രീതിയിലേക്ക് ആവൂ എന്നുള്ളതാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അല്ലാതെ അങ്ങനെ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇതിന്റെ പേര് അങ്ങനെ ഹോസ്പിറ്റൽ മനസ്സിലായോ? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അത് മനസ്സിലായി. അതൊക്കെ. പക്ഷെ ഇതില് ഹെഡിങ്സ് കാണുമ്പോ വേറെ മേഖലകളിൽ ഇതേ സെയിം പോസ്റ്റുകൾ ധാരാളം ഉണ്ട്. അപ്പോ നമുക്ക് ഈ പഠിക്കുന്നത് ആ മേഖലയിലേക്ക് നമ്മുടെ കഴിവും അത് ഇന്റർവ്യൂ ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സ്മാർട്ട്നെസ് എങ്ങനെയാണോ അങ്ങനെയാണ് നമുക്ക് ജോലി കൂടുതലായിട്ട് ലഭ്യമാകാന്ന് പറഞ്ഞല്ലോ. അപ്പോ ആ നിലയ്ക്ക് കുറെ പേർക്ക് ആ വഴിക്ക് കൂടി ജോലി നേടാനുള്ള ഒരു അവസരം ഉണ്ടാകാവുന്ന കോഴ്സ് ആയിരിക്കില്ലേ ഇതിന്റെ ടോപ്പിക് വരിക എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഒരു പോസിബിലിറ്റി ഉള്ള മേഖലയാണിത്. ശരിയാണ്, കാരണം മാനേജ്മെന്റ് ആണല്ലോ എല്ലാ ഒരു കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇപ്പൊ ആ അത് കുട്ടി നമ്മുടെ ചോദിച്ചുല്ലോ സ്കിൽ. ആ കുട്ടി ചോദിച്ചുല്ലോ ഡേ ടൈമിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ വേറെ ചില മേഖലകളിൽ ഡേ ടൈം മാത്രം ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ വരുമ്പോ ആ കുട്ടിക്ക് അങ്ങനെയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആക്കിക്കൂടെ? ആൾക്ക് പോകാം, പക്ഷെ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അങ്ങനെയും ആകാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ അവരുടേതായ പ്രൊസീജിയേഴ്സും റൂൾസും ലോസ് ആൻഡ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഞാൻ ഈ ഡേ ആൻഡ് നൈറ്റ് ചോദിച്ചപ്പോ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ കുറെ പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ് ഇന്റർവ്യൂ ബേസിൽ ഇങ്ങനത്തെ ഹെഡ് ആവുമ്പോഴേ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് കുറെ പേർക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖല ആവില്ലേ, സഹായകമാവില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, താങ്ക് യു. അതെ, അത് ഹെൽപ്ഫുൾ ആണ്. ഈ പറഞ്ഞ സാധനം ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ എല്ലായിടത്തും വലിയ ഈ പറഞ്ഞ പോലെ വലിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ വലിയ ഓർഗനൈസേഷൻസിലൊക്കെ ഇതൊക്കെ ആവശ്യമാണ് ശരിക്കും. അപ്പൊ ഇത് പല രീതിയിൽ പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോലെ തന്നെ അതും ഇതുപോലെ തന്നെ വരുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാൻ പവറിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുക. അപ്പൊ അതുപോലെ ആ ഒരു ഇതിലേക്കൊക്കെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെയും ആവാം. അത് ശരിയാണ്. പിന്നെ മാം, ഈ പ്ലേസ്മെന്റ് നേടുന്നതിനുള്ള സഹായ സൗകര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്ലേസ്മെന്റ് നേടുന്നതിനുള്ള സഹായ സൗകര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് ഇവര് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഇതുപോലെ. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ, അതായത് നമ്മൾ തന്നെ ഇപ്പൊ എന്നെ പിടിച്ചുകൊണ്ടെന്ന് ഞാൻ എന്നെ ഈ സീറ്റിൽ ഇരുത്തിയിട്ട് ചെയ്തോന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മള് കുറെയൊക്കെ എഫേർട്ട് എടുക്കേണ്ടി വരും. നമ്മളുടെ ഞാൻ നേരത്തെ പറയുന്ന വീണ്ടും പറയാണ്, കുറെയൊക്കെ നമ്മുടെ സ്കില്ലാണ്, നമ്മളുടെ എബിലിറ്റി, നമ്മുടെ സ്കില്ല്, നമ്മുടെ സ്മാർട്ട്നെസ്, നമ്മളുടെ ആ ഒരു ബില്ലിങ്, നമ്മൾ എത്രത്തോളം അത് നമ്മൾ ഒരുപാട് എന്താ പറയാ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതും നമ്മളെ കൊണ്ട് തല്ലി ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ റിസൾട്ട്. അതിനനുസരിച്ചുള്ള റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. മാം, അതെ, നമ്മുടെ നാട്ടിലില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു തരുമോ? അത് തരും. സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അഡ്രസ് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് അങ്ങോട്ട് തരും. അങ്ങോട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ആ ഒരു സൗകര്യം നിങ്ങളുടെ നോക്കിയിട്ടായിരിക്കും അത് കൊടുക്കുക. ഇഫ് എല്ലാവരും ഇവിടെ വന്നത് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സെറിമണി വെച്ചിട്ടായിരിക്കും കൊടുക്കുക എന്നാ പറഞ്ഞ്. അല്ലാന്നുണ്ടെങ്കിൽ ആയിരിക്കുള്ളൂ അത് സെറ്റ് ചെയ്യുക. ഇപ്പൊ എല്ലാവർക്കും വരാൻ പറ്റില്ല, സെറിമണിയൊക്കെ വെച്ചിട്ട് അധികം ആളുകൾക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ, കുറച്ചു പേർക്ക് വേണ്ടി മാത്രം. അത് എന്നാന്ന് വെച്ചാൽ അങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. എക്സ്ക്യൂസ് മീ മാം, നമുക്ക് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല എനിക്ക്. അപ്പൊ നമുക്ക് റെക്കോർഡർ ക്ലാസ് പ്രൊവൈഡഡ് ആണ്. പക്ഷെ മിസ് പറഞ്ഞു നമുക്ക് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് വെക്കുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും?
നമുക്കത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മിസ്സിന് അയച്ചു കൊടുക്കോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്ക് ക്ലിയർ ആയില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ വ്യക്തമായുള്ളൂ. ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, റെക്കോർഡഡ് ക്ലാസ് കാണുകയാണെങ്കിൽ ബാക്കി മനസ്സിലായില്ല. നമുക്ക് മോക്ക് ടെസ്റ്റ് നടത്തൂലോ? ആ അത് അപ്പൊ തന്നെ നമ്മൾ എഴുതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പൊ അത് ആ റെക്കോർഡ് ക്ലാസ് ത്രൂ നമ്മൾ ചെയ്താൽ മതിയോ എന്നാണ് ഡൗട്ട്. റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് ചെയ്താൽ മതി. അതായത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം അങ്ങനെ ഒന്നും വേണ്ട, മീൻസ് ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്യണം. ക്ലാസ് അപ്പൊ കണ്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു നമ്പർ ആവശ്യമുണ്ടല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം? നമുക്കത് കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ഗൂഗിൾ ഫോമിലാണോ എക്സാം നടത്തുക? ഗൂഗിൾ ഫോമിലാണോ? നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണേ. ആൻസർ ചെയ്യാൻ പറ്റും, നമുക്കത് സബ്മിറ്റ് ചെയ്യണമല്ലോ. ആൻസർ ചെയ്യുന്നത് പേപ്പറിൽ ആൻസർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാണോ, അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാണോ ചെയ്യുന്നത്? ടൈപ്പ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണം. അതെ, ഓക്കെ പേപ്പറൊന്നും ഇല്ല ഇവിടെ, നമ്മളെല്ലാം ഓൺലൈൻ അല്ലേ. ഓക്കെ. ഓക്കെ. സോ നമ്മുടെ സമയം ഓൾറെഡി അതിക്രമിച്ചു. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നണേ. അപ്പൊ നമ്മൾ ഇനി ക്ലാസ്സുകളിൽ കാണും. ഓക്കെ, അപ്പൊ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഒരു ക്ലാസ്സിൽ ഇത്ര നേരം ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതിനും നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കിയെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഒരു നല്ല ഒരു കോഴ്സ് ആയിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു നല്ല എന്താ പറയാ ബിഗിനിങ് ആവട്ടെ എന്ന് കൂടിയാണ് ഞാൻ നിങ്ങളോട് ആശംസിക്കുന്നത്. അപ്പൊ താങ്ക് യു വെരി മച്ച്. Thank you, ma'am. Thank you, ma'am. Okay. Thank you, ma'am. Thank you, ma'am. Bye, ma'am. Thank you, 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 ma'am.